നമസ്കാരം. പെട്ടെന്നുണ്ടാകുന്ന നടുവേദന അല്ലെ ക്യാച്ചിങ് പെയിൻ പോലെ ഉണ്ടാകുന്നത് എങ്ങനെ നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാം എന്നതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഓഫീസിലാവാം, ലോങ് ഡ്രൈവ് കഴിഞ്ഞ് കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴാകാം. അപ്പോൾ അത് നമുക്ക് വളരെ നിന്നുകൊണ്ടും ഇരുന്നു കൊണ്ടും ചെയ്യാവുന്ന എക്സസൈസിലൂടെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഡിസ്കിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റുകളായിട്ട് തന്നെ ചെയ്യാൻ ഒന്ന് ശ്രമിക്കണം. വീട്ടിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾക്ക് കട്ടിലിൽ വെച്ചോ ടേബിളിലോ അല്ല തറയിൽ വെച്ചാണെങ്കിലും ഇങ്ങനെ എക്സസൈസ് ചെയ്യാവുന്നതാണ്. ചെയ്യുമ്പോൾ വളരെ സാവധാനം, കാരണം ആദ്യത്തെ 1-2 പ്രാവശ്യം നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് സാവധാനം 2-3 പ്രാവശ്യം കഴിയുമ്പോഴാണ് ആ പെയിൻ കുറഞ്ഞു വരുന്നത്. അപ്പോൾ വളരെ സാവധാനത്തിൽ വേണം എക്സസൈസ് ചെയ്യാൻ. സാവധാനം ശ്വാസം എടുത്തുകൊണ്ട് 60 ഡിഗ്രി എത്തുന്നിടം വരെ കാല് പൊക്കുക. അതിനുശേഷം റിലാക്സ് ആയിട്ട് കാല് അകത്തേക്ക് മടക്കി കൊടുക്കണം, ആംഗിൾ ജോയിന്റ്. ഈ സമയം കാലിലേക്ക് ഒരു സ്ട്രെച്ചിങ് പെയിൻ പോലെ വരും. അപ്പോൾ വളരെ സാവധാനം തന്നെ താഴേക്ക് റിലാക്സ് ആകാൻ ശ്രമിക്കണം. ഇതേപോലെ മറ്റ് കാലും ചെയ്യണം. ഇങ്ങനെ ആദ്യത്തെ 1-2 തവണ പെയിൻ ഉണ്ടാവും. അതിനുശേഷം ആ സ്ട്രെച്ചിങ് മൂലം മസിൽ റിലാക്സ് ആവുകയും പെയിൻ കുറഞ്ഞു വരികയും ചെയ്യും. അടുത്തതായി കാല് മുട്ട് മടക്കി വയറിലേക്ക് അടുപ്പിച്ചുകൊണ്ട് തല ഉയർത്തി കാൽമുട്ടിൽ മൂക്ക് മുട്ടിക്കാൻ ശ്രമിക്കണം. ആദ്യം ചെയ്യുമ്പോൾ സ്ട്രെച്ചിങ് പെയിൻ ഉണ്ടാകും. അതിനുശേഷം സാവധാനം ആ വേദന കുറഞ്ഞു വരുന്നതാണ്. മുട്ട് മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പറ്റുന്ന അത്രയും സ്ട്രെച്ചിങ് കൊടുത്താൽ മതി ആദ്യത്തെ തവണ. പിന്നീട് പയ്യെ വേദന കുറയുന്നതനുസരിച്ച് സ്ട്രെച്ചിങ് ചെയ്യാവുന്നതാണ്. അടുത്തത് ചെരിഞ്ഞ് കിടന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസ് ആണ്. ഇതിൽ നമ്മളൊരു വശത്തേക്ക് നന്നായി ചെരിഞ്ഞ് കിടക്കുക. അതിനുശേഷം കാല് മുകളിലേക്ക് ഉയർത്തി ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. ഈ സമയം കൈകൊണ്ട് അവിടെ സപ്പോർട്ട് കൊടുക്കണം. അതിനുശേഷം വളരെ സാവധാനം മുട്ട് മടക്കി വയറിലേക്ക് അടുപ്പിക്കണം. ഇങ്ങനെ 2 വശത്തേക്കും ചെയ്യാവുന്നതാണ്. നിന്നുകൊണ്ട് ചെയ്യാവുന്ന എക്സസൈസ് ആണ് പറയുന്നത്. അത് പെട്ടെന്ന് നമുക്ക് നടുവേദന എടുക്കുമ്പോൾ എവിടെയെങ്കിലും സാവധാനം പിടിച്ചുകൊണ്ട് വേണം ചെയ്യാൻ വേണ്ടി. വളരെ സാവധാനം കാല് മുട്ടും മടക്കാതെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. അടുത്ത എക്സസൈസിൽ മുട്ട് സാവധാനം മടക്കി വയറിൻ്റെ ലെവലിലേക്ക് എത്തിക്കുക. ശരീരം കുറച്ച് മുന്നോട്ട് ബെൻഡ് ചെയ്ത് ഇതുപോലെ കൈകൾ മുട്ടിക്കാൻ ശ്രദ്ധിക്കണം. ഇരുന്നുകൊണ്ട് ചെയ്യുന്ന സ്ട്രെച്ചിങ് എക്സസൈസ് ആണ് പറയുന്നത്. അതായത് മുട്ടും മടക്കി കാലിന്മേൽ കയറ്റി വെച്ചിട്ട് മുന്നിലേക്ക് ആയുക. പറ്റുന്ന രീതിയിൽ വേദനയുള്ള ആദ്യത്തെ 1-2 തവണ നമ്മൾ ചെയ്യുമ്പോൾ വളരെ സാവധാനം ചെയ്യണം. അതിനുശേഷം പയ്യെ കുറച്ചും കൂടി മുന്നിലേക്ക് ആയാൻ ശ്രമിക്കേണ്ടതാണ്. അടുത്തത് ട്വിസ്റ്റിംഗ് സ്ട്രെച്ച് ആണ്. കാലിന്മേൽ കയറ്റി വെച്ചതിന് ശേഷം കൈകൊണ്ട് മുട്ടിൽ ടച്ച് ചെയ്തുകൊണ്ട് ബാക്കിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ 1-2 പ്രാവശ്യം കൈ ടച്ച് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. വളരെ 3-4 പ്രാവശ്യം ആകുമ്പോഴത്തേക്കും പെയിൻ കുറഞ്ഞു വരികയും നമുക്ക് നന്നായി സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും.